ദേവനന്ദ മുങ്ങി മരിച്ചത് വീടിന് സമീപത്തെ കുളിക്കടവിലായിരിക്കാമെന്ന് ഫോറൻസിക് സംഘത്തിന് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ല ന്യൂസ് വരുമോ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീക്ഷകളെല്ലാം വിഫലമായി. കുഞ്ഞു സുഹാൻ കണ്ണീരോർമ്മ. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് പറയാം. ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഞാനിന്ന് ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നത്, എന്തിനാണ് വീട്ടുകാരെ ഇവിടെ പിടിച്ചിടുന്നത്, അങ്ങനെയൊക്കെ ഏതെങ്കിലും അച്ഛനമ്മമാർ ചെയ്യുമോ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അച്ഛന്റെ കാര്യം, അച്ഛൻ ഗൾഫിലാണ്, ഓക്കെ, അദ്ദേഹം ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സംശയിച്ചുകൂടെ? ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും ട്രിവാൻഡ്രത്ത് ഒരു കുഞ്ഞിനെ എടുത്ത് കിണറ്റിയിട്ട് അറിയാവോ? കുഞ്ഞിനെ എടുത്ത് കിണറ്റിയിട്ട് നൈസായിട്ട് ആങ്ങളുടെ മണ്ടയ്ക്ക് തലയ്ക്ക് അങ്ങ് വെച്ചു കൊടുത്ത്. പിന്നീടാണ് അറിയുന്നത് അമ്മയും കൂടെ ചേർന്നിട്ട് അത് ചെയ്തത്. അങ്ങനെ ഒരുപാട് കേസ് കേട്ടുകളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ അച്ഛനും അമ്മമാരെ അടിച്ച് പിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പിള്ളേരെ ബന്ധു വീട്ടിൽ കൊണ്ട് കിടത്തും. അങ്ങനെ ഒരു സംഭവം അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ മാമന്റെ കൂടെ ആയിരുന്നു അന്നത്തെ പെൺകുച്ച് കിടന്നുറങ്ങിയത്. മിക്ക ദിവസങ്ങളിലും മാമന്റെ കൂടെ ആയിരുന്നു കിടന്നുറങ്ങിയത്. പിന്നീടാണ് അറിയുന്നത് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പല കേസ് കെട്ടുകളുണ്ട്. നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഫോൺ എടുത്ത് വെച്ച് സംസാരിക്കില്ല. ഓരോ കേസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇരുന്ന് ഇങ്ങനെ പഠിക്കും, അതിന്റെ ഡീറ്റെയിൽ ഇരുന്ന് വായിക്കും, എന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നി ചില സംശയങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അതെനിക്ക് പറഞ്ഞുകൂടെ? ഇപ്പൊ ദേവനന്ദ കേസ് കേട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു കമന്റ് കാണാനായിട്ടുണ്ട്. അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കമന്റിനകത്ത് ദേവനന്ദയുടെ കേസില അമ്മയെ സംശയിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർക്ക് 2 ഫോൺ ഉണ്ടായിരുന്നു, ഒരു ഫോൺ അങ്ങോട്ട് മിസ്സായിപ്പോയി എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ആ കേസ് അവിടെ പോയി. അതുപോലത്തെ ഒരു കേസായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ഞാൻ എൻ്റെ ഡൗട്ടുകൾ പറഞ്ഞതാണ്. നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാലാ ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വീടിൽ നിന്ന് 800 മീറ്റർ മാറിയിട്ടാണ് കൊച്ചിന്റെ ബോഡിയും കാര്യങ്ങളും കിട്ടിയത്. പിന്നെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയെന്നുള്ള രീതി ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഉച്ച കഴിഞ്ഞോടാണ് പിണങ്ങിപ്പോയെന്നുള്ളത് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ ആ കുട്ടിക്ക് സംസാരത്തിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതെല്ലാവർക്കും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീട് വിട്ടു പോയ കുട്ടി അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എന്താ ഇവിടുത്തെ സംഭവം? ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് ആൾക്കാർ കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ദേവനന്ദയുടെ കാര്യം എല്ലാവരും പറയാം. കൊല്ലം ദേവനന്ദ കേസിൽ അമ്മയ്ക്ക് 2 മൊബൈൽ ഫോണുകൾ ഉള്ളതായി ഒരു ചാനൽ അറിഞ്ഞു. അതേപ്പറ്റി അമ്മയോട് ചോദിച്ചപ്പോൾ അതിൽ ഒരെണ്ണം കാഞ്ഞുപോയി എന്നാണ് അമ്മയുടെ മറുപടി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇതെല്ലാം ജനങ്ങൾ കാണുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ഡൗട്ട് ഉണ്ട്. നമ്മുടെ ഓരോ ഡൗട്ടുകൾ വെച്ചാണെങ്കിൽ പോലും ഒരു കേസ് തെളിയിക്കാൻ പറ്റും. അങ്ങനെ പല കേസുകളുണ്ട്. ചില കമന്റ് വായിച്ച് നോക്കിയിട്ട് പോലീസിന് ആ രീതിയിലൊന്ന് അന്വേഷിച്ചുകൂടെ? അങ്ങനെ ആയിക്കൂടെ? ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാലം അതുപോലെ അതപ്പതിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ കിടപ്പുണ്ട്. ഇതുപോലെ ന്യൂസ് അല്ല, ഇത് ഒരുപാട് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾ ആരെ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെറുതെ മാനിപ്പുലേഷൻ ചെയ്യാനോ അതിനൊന്നുമല്ല. പിന്നെ വേറൊരു കമന്റ്, ഞാനും ആദ്യം ഭർത്ത ഓർത്തത് ദേവനന്ദയാണ്. 2 മരണം ഒരുപോലെ സാമ്യം. എല്ലാവരും ആ കുട്ടീനെ പറയുന്നുണ്ട്. ആ കേസ് ആയിട്ട് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. 10 മാസം മുമ്പ് അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയായിരുന്നു. അതും ഇതുപോലെ ഒരു കുട്ടി മരിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ചർച്ച നടത്തിയത്. പിന്നെ ദേവനന്ദയുടെ അമ്മയെ ചോദ്യം ചെയ്യണം, നല്ല അടി കൊടുക്കണം, അല്ലെങ്കിൽ നുണ പരിശോധന നടത്തണം. ഇതിന്റെ താഴെ വരുന്ന കമന്റ്സ് ആണ്. ഒരുപാട് കാര്യങ്ങൾ തെളിയാൻ കിടപ്പുണ്ട്. ഇപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ അതും കൂടാണ് കുത്തിപ്പൊങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. ദേവനന്ദയുടെ കേസ് കിട്ടും അതൊന്നും സംസാരിക്കുന്നില്ല. 2 ഏകദേശം ഒരുപോലെ ഉണ്ട്. അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചതേ ഉള്ളൂ. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഓക്കെ, നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം. നിങ്ങളെല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയുള്ള രീതിയിലാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാനൊരു യൂട്യൂബറാണ്. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുന്നു. എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇതിങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയറും സബ്ബൊക്കെ ചെയ്തു. നമുക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ എന്ത് പറയാൻ പറ്റും? ചുമ്മാ വന്നിട്ട് വെറുതെ വന്ന് മെഴുകുന്നു, വെറുതെ വന്നിട്ട് തെറി പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നിയ സംശയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. തോന്നിയിട്ടുള്ളവരുണ്ടെന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ല ന്യൂസ് വരുമോ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീക്ഷകളെല്ലാം വിഫലമായി. കുഞ്ഞു സുഹാൻ കണ്ണീരോർമ്മയാണ്. നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി. മൃതദേഹം ഏകദേശം 800 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് സുഹാന്റെ വീട്. ഇവിടെ നിന്നാണ് സുഹാൻ പുറത്തേക്ക് വന്നത്. 11 മണിയോടുകൂടി ഇന്നലെ ഇവിടെ നിന്ന് ഇതിലേക്ക് പുറത്തേക്ക് വരികയായിരുന്നു. സഹോദരനുമായി കളിക്കുകയായിരുന്നു കുട്ടി. കുഞ്ഞും അവര് അനിയനായിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് പിണങ്ങി കഴിഞ്ഞ് അങ്ങനെ വെളിയിലേക്ക് വന്നു. അമ്മ നിസ്കരിക്കുകയായിരുന്നു. ആ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. ഇതാണ് വീടിന് പുറത്തുള്ള പാത. ഇടയ്ക്കൊരു ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ അമ്മ അതിലെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പൊ അമ്മയെ തേടി കുഞ്ഞു പോയതാണോ എന്നുള്ള രീതിയിലാണ്. ഇതിൽ ആരാ പറയുന്ന സത്യം? ഒന്ന് അന്വേഷിച്ച് നോക്ക്.
ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്താണ് സംഭവം. അത്രയും ദൂരത്ത് ആ കുഞ്ഞു പോവോ? പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പം വെള്ളം കുടിച്ച് മരിച്ചെന്നുള്ള രീതിയിൽ അതേ വെള്ളം തന്നെ ആണോ? ആ കുളത്തിൽ തന്നെ ആണോ? അതോ വേറെ വല്ല സാമ്പിൾ വല്ലതും എടുക്കണോ? അങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ പോലീസുകാർക്കൊക്കെ കേസ് പെട്ടെന്ന് അവസാനിപ്പിക്കാനേ അവർ നോക്കത്തുള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് ഇനി അതൊരു ഇതാവണ്ട. സാധാരണഗതിയിൽ സുഹാൻ ഇത്തരം പ്രദേശങ്ങളിൽ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലായിരുന്നു. ഡോഗ് സ്ക്വാഡ് അടക്കം ഇന്നലെ പരിശോധനയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡ് ഈ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തി. അങ്ങനെ പോലീസ് നായ ആദ്യം പോയത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു കുളമുണ്ട്, ആ ഭാഗത്തേക്കാണ് ആദ്യം പോയത്. അവിടെയൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി തന്നെ പോലീസ് സംഘവും ഫയർഫോഴ്സും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഈ ആമ്പൽക്കുളം കേന്ദ്രീകരിച്ചാണ് ഫയർഫോഴ്സിന്റെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടന്നത്. പക്ഷേ ഇവിടെ നിന്നും കുട്ടിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബോഡി കണ്ടതായി നാട്ടുകാരിൽ ചിലർ അറിയിക്കുകയും അവിടേക്ക് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും ഉൾപ്പെടെ ഓടി എത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ കുളത്തിലേക്ക് കുട്ടി സ്വന്തമായിട്ട് ചെയ്തതാണെങ്കിൽ അവന് വേണമെങ്കിൽ ആ കുളത്തിലോട്ട് എടുത്തങ്ങ് ചാടിയ പോരെ, ആമ്പൽക്കുളമോ അവിടെ എവിടെയെങ്കിലും ഒക്കെ. അല്ലെങ്കിൽ അതിന്റെ താഴ്ച കൊണ്ട് അവിടെ വീണൊന്നും അത്രയ്ക്ക് ആലോചിക്കാനുള്ള ഇതുണ്ടോ? എവിടെയോ എന്തോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, വരാൻ സാധാരണഗതിയിൽ അല്പം പ്രയാസവുമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ചാലാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ചാലുണ്ട്. ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളമുള്ളത്. മറിഞ്ഞു വീണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. എന്തായാലും കുട്ടി മടങ്ങി വരും, ഒരു പോറലുമേൽക്കാതെ മടങ്ങി വരുമെന്ന പ്രതീക്ഷ, ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ എവിടെയായിരിക്കും കുട്ടി എന്നടക്കം നമ്മളൊക്കെ തന്നെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ ആഘാതമായി നാടിനെ നടുക്കി അത്തരത്തിലൊരു വാർത്ത വരുന്നത്, ഇവിടെ നിന്ന് മൃതദേഹം കിട്ടുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുഹാന്റെ മൃതദേഹം നേരെ കൊണ്ടുവന്നത് സുഹാൻ പഠിച്ചിരുന്ന ചിറ്റൂരിലെ റോയൽ ഇന്ത്യൻ നഴ്സറി പ്ലേ സ്കൂളിലേക്കാണ്. സുഹാന്റെ കളിയും ചിരിയും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ഇടമായിരുന്നു അത്. അവിടേക്കാണ് സുഹാൻ അവസാനമായി എത്തിയത്. സുഹാന്റെ ചേതനയേറ്റ ശരീരം കണ്ട കൂട്ടുകാരും അധ്യാപകരും ഒക്കെ വിങ്ങിപ്പൊട്ടി. അവർ സങ്കടത്തോടെ കണ്ണുനീരോടുകൂടി സുഹാന് വിട നൽകി. തുടർന്ന് മൃതദേഹം നേരെ കൊണ്ടുപോയത് വീട്ടിലേക്കാണ്. ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെയും. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് സുഹാന്റേത് മുങ്ങിമരണമാണ് എന്നതാണ്. ശരീരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള പാടുകളോ മറ്റു പരിക്കുകളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എങ്കിലും എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് ചിറ്റൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കട ഞായറായിരുന്നു ഇന്ന്. കാരണം തിരച്ചിലിനൊക്കെ ഒടുവിൽ കുഞ്ഞു സുഹാൻ തിരിച്ചു വരുമെന്നതായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ വിഫലമാകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ക്യാമറമാൻ മൽഘോഷിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഇന്നലെ കാണാതായ കൊച്ചാണ് ഇന്ന് വെളുപ്പിനെ കണ്ടെത്തിയത്. അപ്പോഴവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ തിരിച്ചു വരുമെന്നുള്ള രീതിയിൽ. ഓക്കെ, എന്തോ പറയാനാന്ന് പറ. എന്തായാലും പോലീസ് എന്തായാലും നല്ല രീതിയിൽ അന്വേഷിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പോലീസ് എന്തായാലും നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, വീട്ടുകാരെ ചോദ്യം ചെയ്യണം, സംശയമായിട്ടുള്ളവരെല്ലാം ഇത് ചെയ്യണം. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളോട് വെറുതെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ദയവ് ചെയ്തിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.